ഈ ഈ ഭരണനാട്യം ഉണ്ടല്ലോ, ഈ എലക്ഷന്റെ മുമ്പ് 10 കൊല്ലം ഒന്നും ചെയ്യുന്നില്ല, എലക്ഷന്റെ 4 ദിവസം മുമ്പ് ഈ നാടകം, ഞങ്ങളുടെ രീതി അതല്ല. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഈ 10 കൊല്ലം പ്രവർത്തിച്ച പാർട്ടിയാണ്. ഈ നാടിനെ 2014 മുതൽ ഇന്ന് വരെ 24 മണിക്കൂർ 365 ദിവസം അധ്വാനിച്ചിട്ടാണ് ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എലക്ഷന്റെ 10 ദിവസം മുമ്പ് 4 വീട് ഇതുവരെ എന്തായിരുന്നു ചെയ്യുന്നത്? അപ്പൊ ജനങ്ങൾക്ക് വീട് ആവശ്യമുണ്ടായിരുന്നില്ലേ ഇതിനു മുമ്പ്? അല്ല, BJP കൊടുത്ത അത് ഞാൻ ലിസ്റ്റ് തരാം, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. BJP കഴിഞ്ഞ 10 കൊല്ലം നാടിന് വേണ്ടി അതുകൊണ്ടുന്ന് ഞാൻ NDRFന്റെ ചെലവ് അതെല്ലാം പറയാൻ തുടങ്ങണോ? അല്ല, വീടുണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ല. നിങ്ങളത് വെറുതെ ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. അല്ല, ഞാൻ പറയുന്നത് സംസ്ഥാനത്തിന് വേണ്ടി നരേന്ദ്രമോദിജി സർക്കാർ എന്തെല്ലാം ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് ലിസ്റ്റ്, ഒരു 10 പേജിന്റെ ലിസ്റ്റ് തരാൻ തയ്യാറാണ്. ഈ എലക്ഷന്റെ മുമ്പ് നാടകം ചെയ്യുന്നത് ഞങ്ങളുടെ രീതിയല്ല, അത് അവരുടെ രീതിയാണ്. നിങ്ങൾ അതിൽ പെടണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, സാധാരണ മാഷിപ്പ് എന്താ പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം തെളിവ്. ഞങ്ങളുടെ വാർഡ് മെമ്പറുള്ള പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും റോഡ് ചെയ്യുന്നില്ല, CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത്. ഞാൻ തെളിവ് തരണോ? എന്നിട്ടാണ് ഇവര് പറഞ്ഞത്. നോക്കൂ, ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് CPM. ഇരട്ടത്താപ്പാണ് CPMന്റെ ഐഡിയോളജി. ജനങ്ങളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് വിഡ്ഢിയാക്കാൻ രാഷ്ട്രീയം, ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, അതിന്റെ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ ഒപ്പം വന്ന് കരുത്തും ധൈര്യവും ഉണ്ടെങ്കിൽ വന്ന് ഡിബേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി വരണം. ഞാൻ തയ്യാറാണ്. 10 കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിത് മൂടുകയും തയ്യാറാണ്. ഞങ്ങൾ എന്ത് കൊടുത്തു, ഇത് ഇവരെന്ത് ചെയ്തില്ല, ഞാൻ മുമ്പെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഞാനിത് ഒരു 2 മാസമായിട്ട് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് തയ്യാറല്ല? നിങ്ങൾ ചോദിക്കൂ, ഞാൻ റെഡിയാണ്. എന്റെ പൊട്ട മലയാളത്തോണ്ട് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം ഭയങ്കര മലയാളി വിദ്വാനുമാണല്ലോ. എന്റെ മലയാളത്തിന്റെ ഒപ്പം ഫാക്ട്സും ഉണ്ടാവും, ഫിഗർസും ഉണ്ടാവും, ഡേറ്റ ഉണ്ടാവും, സത്യം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മലയാളത്തിന്റെ ഒപ്പം ഉണ്ടാവും ഈ ഇങ്ങനെ ഒരു പ്രചരണം. അല്ല, ആരാ ഈ പറഞ്ഞ ആളാരാ? പിന്നെ അത് CPM അല്ല, അത് അല്ല. ഈ സംസ്ഥാനത്തിൽ എത്ര വന്ദേ ഭാരത് ട്രെയിൻ കിട്ടി? എത്ര സ്റ്റേഷൻ, ആധുനികരം സ്റ്റേഷന്റെ മോഡേണൈസേഷൻ അല്ല, അതെല്ലാം ബഡ്ജറ്റ് വന്നില്ലല്ലോ. ഈ ബഡ്ജറ്റിൽ 37,000 കോടി അൺടൈഡ് ഗ്രാന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്, കേരള സംസ്ഥാന ഗവൺമെന്റ്. എന്തായിരുന്നു അതിന്റെ മുമ്പത്തെ ബഡ്ജറ്റിൽ? 20,000 കോടി. അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയില്ല. അല്ല, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അവരോട് പറയൂ, നിങ്ങൾ CPMന്റെ അഭിപ്രായം BJP തന്നിട്ടില്ല ആണെങ്കിൽ വന്ന് ചർച്ച ഡിബേറ്റ് ചെയ്യൂ. എന്റെ ഒരു വെല്ലുവിളി, ചാലഞ്ച് പറയൂ. ധൈര്യം ഉണ്ടെങ്കിൽ, കരുത്തുണ്ടെങ്കിൽ. CPMകാരല്ല വലിയ സ്ട്രോങ് മാൻ എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, വന്ന് ഡിബേറ്റ് ചെയ്യുന്നു. 10 മിനിറ്റ് ഞാൻ പൊളിക്കവരെ, 10 മിനിറ്റ് മതി. അതുകൊണ്ട് വരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, വരില്ല ഡിബേറ്റിന്.